ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, എ ബി എന്ന ഒരു വര. അതിലെ എയുടെ സൂചക സംഖ്യ, എയുടെ കോർഡിനേറ്റ്സ് ആണ് 1 3, ബിയുടെ കോർഡിനേറ്റ്സ് ആണ് 5 5. നമുക്കറിയാം എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും കണ്ടുപിടിക്കാൻ അറിയാം, ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും കണ്ടുപിടിക്കാൻ അറിയാം. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് എയുടെ എക്സ് കോർഡിനേറ്റ് ആയ 1 നിന്ന് ബിയുടെ എക്സ് കോർഡിനേറ്റ് ആയ 5 വരെ എത്താൻ 4 വ്യത്യാസം വന്നു. ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്ന എയുടെ വൈ കോർഡിനേറ്റ് ആയ 3 നിന്നും ബിയുടെ വൈ കോർഡിനേറ്റ് ആയ 5 എത്താൻ 2 വ്യത്യാസം വന്നു അല്ലെ. ഇനി അതായത് എക്സ് ചേഞ്ചിന്റെ നേർപകുതിയാണ് വൈ ചേഞ്ച്. എക്സിൽ വന്ന വ്യത്യാസത്തിന്റെ പകുതിയാണ് വൈയിൽ വന്ന വ്യത്യാസം. ഇനി നമുക്ക് ഇതിനകത്ത് ഏത് ബിന്ദുക്കൾ എടുത്താലും, അതായത് ഇവിടെ വേണേൽ നമുക്കൊരു പോയിന്റ് എടുക്കാം, ഇവിടെ വേണേൽ പോയിന്റ് എടുക്കാം, ഇവിടെ വേണേൽ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനെ നീട്ടി വരച്ചിട്ട് അവിടെ വേണമെങ്കിലും പോയിന്റ് എടുക്കാം. അവിടെയും അങ്ങനെയുള്ള ഏതെങ്കിലും 2 ബിന്ദുക്കൾ, ഇപ്പൊ ഇത് ഉൾപ്പെടെ എടുക്കാം, അല്ലാതെ എടുക്കാം. ഇപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ ഇങ്ങനെ എക്സ് ചേഞ്ചും വൈ ചേഞ്ചും കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ എവിടെയൊക്കെ നോക്കുമ്പോഴും ഈ ഒരേ ഫാക്ടറിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് എക്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റിനെ x1 y1 എന്നും എടുത്തു, ഈ പോയിന്റിനെ x2 y2 എന്നും എടുത്തു. അപ്പൊ ചേഞ്ച് ഇൻ എക്സ്, അതായത് എക്സിൽ ഉണ്ടാക്കിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ഈ 5ൽ നിന്ന് 1 കുറച്ചതല്ലേ, അതല്ലേ 4. 5ൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 അല്ലേ. ഇനി ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാലോ, വൈയിൽ ഉണ്ടാക്കിയ വ്യത്യാസം, അതായത് ഈ y2 ആയ 5ൽ നിന്നും y1 ആയ 3 കുറച്ചല്ലേ 2 കിട്ടിയത് അല്ലെ. അപ്പോൾ y2 മൈനസ് y1 ഒരു നേർരേഖയിലെ, ഒരു വരയിലെ, ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത്, 2 ബിന്ദുക്കളുടെ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് എം ഇൻറ്റു, അതായത് മൾട്ടിപ്പിൾ ഇൻറ്റു ചേഞ്ച് ഇൻ എക്സ് ആണ്. അത് ഏത് ബിന്ദുക്കൾ എടുത്താലും, ഏത് 2 ബിന്ദുക്കൾ എടുത്താലും ആ 2 ബിന്ദുക്കൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ വൈയിലെ വ്യത്യാസം നോക്കിയാൽ ആ 2 ബിന്ദുക്കൾ തമ്മിലുള്ള എക്സിലെ വ്യത്യാസത്തിനെ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഗുണിച്ചതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മളോട് ചോദിക്കും, ഈ നേർവരയിലെ വേറെ 2 ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ, y2 മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു x2 മൈനസ് x1 എന്ന് എഴുതാമല്ലോ. ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. അതായത് വൈകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എക്സുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. ആ സംഖ്യ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാം, ഫ്രാക്ഷൻ ആകാം, ഭിന്നസംഖ്യ വരാം, ന്യൂനസംഖ്യ വരാം. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇതിനിടയിൽ 2 ബിന്ദുക്കൾ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നീട്ടി വരച്ചിട്ട് കണ്ടുപിടിക്കാം, ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 4 വന്നപ്പം 2ആയി, അതായത് നേർപകുതിയായി. അപ്പോൾ ഇവിടെ 2 എടുക്കുക, എക്സ് വ്യത്യാസം 2 എടുക്കുകയും ആണെങ്കിൽ, എക്സ് വ്യത്യാസം 2 എടുക്കുകയാണെങ്കിൽ വൈ വ്യത്യാസം എത്ര എടുക്കാവുള്ളൂ, 1 എടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബിന്ദു കണ്ടുപിടിച്ച എക്സ് വ്യത്യാസം 2 വരണമെങ്കിൽ ഈ 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3 ആയില്ലേ, 3 ആയി. വൈ വ്യത്യാസം 1 വരണമെങ്കിൽ 3ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4 ആയില്ലേ. അപ്പൊ 3 4 എന്ന ബിന്ദുവും ഇതിനകത്ത് തന്നെ പോയിന്റ് അല്ലേ, ഈ നേർവരയിലെ ഒരു ബിന്ദുവാണ്, ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കിട്ടിയില്ലേ. ഇനി എക്സ് വ്യത്യാസം 1 എടുക്കാവല്ലോ. അങ്ങനെയാണെങ്കിൽ വൈ വ്യത്യാസം എത്ര വരാവുള്ളൂ, 0.5 വരാവുള്ളൂ അല്ലെ, ഹാഫേ വരാവുള്ളൂ. അപ്പൊ എക്സ് വ്യത്യാസം 1 എടുത്താലേ ഈ 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര വരും, 2 വരും അല്ലെ. അപ്പൊ 2 വന്നു. ഇനി വൈ വ്യത്യാസം 3ൻ്റെ കൂടെ എത്ര കൂട്ടാവുള്ളൂ, 0.5 കൂട്ടാവുള്ളൂ. അപ്പൊ 3.5. അപ്പൊ ഇത് വേറൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യകളല്ലേ. അങ്ങനെ നമുക്ക് എത്ര ബിന്ദുക്കൾ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി പേജ് നമ്പർ 245 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ 1ാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 അതർ പോയിന്റ്സ് ഓൺ ദ ലൈൻ ജോയിനിങ് -1 4 ആൻഡ് 1 2. -1 4ഉം 1 2 ഈ 2 സൂചക സംഖ്യകളാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ആ വരയിൽ കിടക്കുന്ന വേറെ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ x1 y1 എന്നും എടുക്കാം, ഇതിനെ x2 y2 എന്നും എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സമവാക്യം മറന്നു പോകരുത്. y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 അല്ലേ? അപ്പോൾ y2 മൈനസ് y1 എത്ര വന്നു? 2ൽ നിന്ന് 4 കുറയ്ക്കുക, 2 മൈനസ് 4 ഈക്വൽ ടു m ഇൻറ്റു x2 എന്ന് പറയുന്നത് 1 മൈനസ് -1. ഇപ്പം 2 മൈനസ് 4 എന്ന് പറയുന്നത് -2 ഈക്വൽ ടു m ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ? 2 മൈനസ് അടുത്ത് വരുമ്പോൾ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? y വ്യത്യാസം -2, അതായത് 2 കുറഞ്ഞു, ഡിക്രീസായി. എക്സ് വ്യത്യാസം 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്കുള്ള പോയിന്റ് എടുക്കാം. ഇടയ്ക്കുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ എക്സ് വ്യത്യാസം 1 വൈ വ്യത്യാസം -1 എടുക്കാം അല്ലേ? എക്സ് വ്യത്യാസം 2 ആകുമ്പം വൈ വ്യത്യാസം -2 വന്നു. ഇവിടെ ചോദ്യത്തിലെ 2 സൂചക സംഖ്യകൾ തമ്മിൽ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി അതായത് സെയിം സംഖ്യ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അങ്ങനാണെങ്കിൽ എക്സ് വ്യത്യാസം 1 എടുത്താൽ, എക്സ് വ്യത്യാസം ഇവിടെ 1 എടുത്താൽ വൈ വ്യത്യാസം എന്തെടുക്കണം? -1 എടുക്കണം അല്ലെ? എക്സ് വ്യത്യാസം 3 എടുത്താൽ വൈ വ്യത്യാസം -3 എടുക്കണം. ആ ഒരു രീതിയിൽ നമുക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എക്സ് വ്യത്യാസം എക്സ് ചേഞ്ച് നമുക്ക് 1 എടുത്തു. അങ്ങനാണെങ്കിൽ വൈയിൽ വരുന്ന ചേഞ്ച് എത്രയേ വരാവുള്ളൂ? -1 വരാവുള്ളൂ. അങ്ങനെയുള്ള ഒരു പോയിന്റ് പറഞ്ഞ് എക്സിൽ വരുന്ന വ്യത്യാസം 1 എടുക്കുക. അപ്പം -1ൽ നിന്ന് -1 പ്ലസ് 1, -1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വന്നു? -1ൻ്റെ കൂടെ 1 കൂട്ടി. വൈയിലെ വ്യത്യാസം എത്രയാ? -1 ആണ്. ഇപ്പോൾ ഓൾറെഡി 4 ആണ്. 4 -1 അല്ലേ? അപ്പോൾ എന്താ പോയിന്റ്? കോർഡിനേറ്റ്സ് എന്ത് വന്നു? 0 3 കിട്ടിയല്ലോ. ഇനി നമുക്ക് വേറൊരു പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് വ്യത്യാസം 3 എടുക്കാമല്ലോ. എക്സ് വ്യത്യാസം 3 എടുത്തു കഴിഞ്ഞാൽ വൈ വ്യത്യാസം എത്ര വരും? -3 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പോയിന്റ് എടുത്താലോ? അപ്പോൾ എക്സ് വ്യത്യാസം -1 ആണ്, വൈ വ്യത്യാസം 3. രണ്ട് കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് 1 2 2 4 3 6 ലൈ ഓൺ ദ സെയിം ലൈൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 അതർ പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. അതായത് 1 2 2 4 3 6 എന്നീ ബിന്ദുക്കൾ ഒരു വരയിൽ, നേർവരയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് തെളിയിക്കുകയും ചെയ്യണം. ഈ വരയിലെ മറ്റ് 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുകയും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വരയിലാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും കണ്ടുപിടിച്ച് അത് വൈ വ്യത്യാസം എന്ന് പറയുന്ന എക്സ് വ്യത്യാസത്തിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അത് ഏത് 2 ബിന്ദുക്കൾ എടുത്താലും, ആ വരയിലെ ഏത് 2 ബിന്ദുക്കൾ എടുത്താലും ഒരേ രീതിയിലായിരിക്കും കിടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈ 2 ബിന്ദുക്കൾ എടുക്കുക, എയും ബിയും. ഇപ്പോൾ ഇവിടെ എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും കൊടുത്താൽ എയും ബിയും എടുത്തിട്ട് നമുക്ക് വൈ വ്യത്യാസം എക്സ് വ്യത്യാസം കാണാം. അപ്പം നമ്മുടെ y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 എന്നാണ് നമ്മുടെ സമവാക്യം. അപ്പോൾ വൈകൾ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. y2 ഇതാണ്, ഇത് y1. അപ്പം 4 മൈനസ് 2 ഈക്വൽ ടു m ഇൻറ്റു x2 എന്ന് പറയുന്നത് 2 മൈനസ് x1 എന്ന് പറയുന്നത് 1. 4 2 2 ഈക്വൽ ടു m ഇൻറ്റു 1. ഈ ഒരു ഫോർമാറ്റിലാണോ അടുത്ത 2 ബിന്ദുക്കളും കിടക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം 2 4 3 6 തമ്മിലെടുക്കാം. അപ്പം അവിടെയുള്ള y2 മൈനസ് y1 എന്ന് പറയുന്നത് 6 മൈനസ് 4 അല്ലേ? 6 മൈനസ് 4 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറയുന്നത് 3 മൈനസ് 2 ആണ് അല്ലേ? 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു m ഇൻറ്റു 3 2 പോകുമ്പോൾ 1 ആണല്ലോ. ഇത് രണ്ടും ഒരേപോലെ അല്ലേ കിടക്കുന്നത്. ഇനി ആദ്യത്തെ അവസാനത്തെ ബിന്ദുക്കൾ എടുക്കാം. അപ്പോഴോ y2 മൈനസ് y1 എന്ന് പറയുന്നത് 6ൽ നിന്ന് 2 കുറയ്ക്കുക.
6 - 2 m ഇൻറ്റു x2 - x1 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 1 കുറയ്ക്കുക. 3 - 1 6ൽ നിന്ന് 2 പോകുമ്പോൾ 4 m ഇൻറ്റു 3ൽ നിന്ന് 1 പോകുമ്പോൾ 2. ഇവിടെയും ഇടതുവശത്തും വലതുവശത്തും 2ന്റെ ഗുണനങ്ങളാണല്ലോ കിടക്കുന്നത്. 2ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. അപ്പം 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 m ഇൻറ്റു 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. കണ്ടോ, ഇതെല്ലാം ഒരേ രീതിയിലല്ലേ കിടക്കുന്ന, ഒരേ ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ 3 ബിന്ദുക്കളും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. Therefore, these points lie on the same line. ഈ ബിന്ദുക്കൾ ഒരൊറ്റ വരയിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്യണം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 other points on this line. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെ കിട്ടുന്ന മറ്റ് ബിന്ദുക്കളും കൂടെ കണ്ടുപിടിക്കാം. നമുക്കിവിടെ ഇതേ തന്നെ വേണമെന്നില്ല, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ 1ൽ നിന്ന് 1 കൂട്ടിയപ്പോഴാണ് 2 അല്ലെ, 2ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 4. അതാണല്ലോ ഈ വ്യത്യാസം. ഇടതുവശത്ത് കിടക്കുന്ന y വ്യത്യാസവും വലതുവശത്ത് എമ്മിന്റെ കൂടെ കിടക്കുന്ന x വ്യത്യാസമാണ്. അപ്പം x വ്യത്യാസം 1 വരുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് y വ്യത്യാസം വരേണ്ടത്. ക്ലിയർ ആയാലും. അപ്പോൾ ഇവിടെ 3, 6ൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് 2 ബിന്ദുക്കൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെയും കിടക്കുന്ന 2 ബിന്ദുക്കളാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഡിയും ഇയും ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഡിയുടെ സൂചക സംഖ്യകൾ എന്ത് വരും? ഈ 3ൽ നിന്ന് തുടങ്ങിയാൽ മതി. ഈ സിയും ഡിയും തമ്മിൽ നോക്കിയാൽ മതി. അപ്പം 3ൽ നിന്ന് x വ്യത്യാസം 1 കൂടണം, y വ്യത്യാസമോ 2 കൂടണം, 6ന്റെ കൂടെ 2 കൂട്ടണം. അപ്പം ഡിയുടെ സൂചക സംഖ്യകൾ ഏതൊക്കെയാ? ഡി 4, 8. ഡിയുടെ സൂചക സംഖ്യകൾ കിട്ടിയല്ലോ. ഇനി ഇയുടെ സൂചക സംഖ്യ കാണാൻ വേണ്ടി ഈ ഡിയിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഡിയുടെ x സൂചക സംഖ്യയുടെ കൂടെ 1 കൂട്ടണം, y സൂചക സംഖ്യയുടെ കൂടെ 2 കൂട്ടണം, y കോർഡിനേറ്റിന്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ എത്ര വന്നു? ഇയുടെ കോർഡിനേറ്റ്സ് 5, 10. ഇപ്പം 2 സൂചക സംഖ്യകളും കിട്ടിയല്ലോ. 2 ചോദ്യങ്ങളും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തത് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്. y1, y2, y3 etc. is an arithmetic sequence. Prove that the points 1y1, 2y2, 3y3 etc. all lie on the same line. അപ്പോൾ y1, y2, y3 etc. ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സമാന്തര ശ്രേണിയിലാണെങ്കിൽ 1 y1, 2 y2, 3 y3 ഈ എക്സെട്ര ഇവ ഒരു ഒറ്റ വരയിൽ കിടക്കുന്ന ബിന്ദുക്കളാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? y1, y2, y3 etc. is an arithmetic sequence. ഒരു സമാന്തര ശ്രേണിയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? y2ൽ നിന്ന് y1 കുറയ്ക്കുമ്പോഴല്ലേ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്? അത് തന്നെയല്ലേ y3ൽ നിന്ന് y2 കുറയ്ക്കുമ്പോഴും? അത് തന്നെയല്ലേ y4ൽ നിന്ന് y3 കുറയ്ക്കുമ്പോഴും? ഇങ്ങനെ എക്സെട്ര അല്ലേ? അടുത്തടുത്തുള്ള 2 എണ്ണങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നതും സെയിം ആൻസർ ഒക്കെ. രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തെ കുറയ്ക്കണം അല്ലേ? ഇനി പോയിന്റ്സ് 1y1, 2y2, 3y3 അല്ലേ? ഇതല്ലേ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 1y1ഉം 2y2 നമുക്ക് എടുക്കാം. ഇത് ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വൈകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 എന്നല്ലേ? x2 2 x1 1 അല്ലേ? അപ്പോൾ y2 മൈനസ് y1 എന്ന് പറയുന്നത് m ഇൻറ്റു 1 അല്ലേ? m ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ m തന്നെയല്ലേ അല്ലേ? ഇനി നമുക്ക് 2y2ഉം 3y3യും എടുക്കാം. ഈ 2 പോയിന്റ്സ് എടുക്കാം. അതായത് രണ്ടാമത് കിടക്കുന്നത് മൂന്നാമത് കിടക്കുന്നത് എടുക്കാം. ഇവിടെ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്താ? വൈകൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇവിടെ y3യും y2ഉം, ഇവിടുത്തെ വൈകൾ എന്ന് പറഞ്ഞാൽ y2ഉം y3യും ആണല്ലോ. അവ തമ്മിലുള്ള വ്യത്യാസമാണല്ലോ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ നിന്ന് ആദ്യത്തേത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ y3 മൈനസ് y2 ഈക്വൽ ടു m ഇൻറ്റു 3 മൈനസ് 2 എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം ആണല്ലോ. ഇപ്പോൾ y3 മൈനസ് y2 എന്ന് പറയുന്നത് 3 മൈനസ് 2 1 ആണല്ലോ. m ഇൻറ്റു 1 അതായത് m തന്നെയല്ലേ? അപ്പോൾ ഇവിടെ y2 മൈനസ് y1ഉം m ആണ്, y3 മൈനസ് y2ഉം m ആണ്. അങ്ങനെ ഏത് 2 പോയിന്റ് അടുത്തടുത്തുള്ള 2 പോയിന്റ് എടുത്താലും അവകൾ തമ്മിലുള്ള വ്യത്യാസം m തന്നെയാണ് അല്ലേ? അതായത് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. ആയതുകൊണ്ട് അവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. ഇപ്പോൾ പൊതുവ്യത്യാസം ഇവിടെ എന്താണ്? m ആണ്
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സെയിം ലൈനിൽ കിടക്കുകയല്ലേ, ഈ പോയിന്റുകളെല്ലാം സെയിം ലൈനിലാണല്ലോ കിടക്കുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാം? So the given points lie on the same line. അതുകൊണ്ട് തന്നിരിക്കുന്ന ബിന്ദുക്കൾ ഒരു വരയിൽ തന്നെ ആയിരിക്കും എന്നെഴുതാമല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം കൂടെ ചെയ്യാം. ഇവിടെ നാലാമത്തെ ചോദ്യം ഇതാണ്. x1 x2 x3 എക്സെട്രയും y1 y2 y3 എക്സെട്രയും അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയിലാണ്. അങ്ങനാണെങ്കിൽ പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 lie on the same line എക്സെട്ര lie on the same line. അതായത് x1 y1 x2 y2 x3 y3 എക്സെട്ര ഈ ഒരൊറ്റ വരയിൽ തന്നെ കിടക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പൊ ആദ്യത്തേത് x1 x2 x3 അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അല്ലെ സമാന്തര ശ്രേണിയിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? x2 മൈനസ് x1ഉം x3 മൈനസ് x2ഉം കോമൺ ഡിഫറൻസ് ആണ്. രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തെ കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുക, ഇതെല്ലാം സെയിം ആണ്. അല്ലെങ്കിൽ നാലാമത്തതിൽ നിന്ന് മൂന്നാമത്തെ കുറയ്ക്കുക, ഇതൊക്കെ സെയിം ആണ്. അപ്പോൾ y1 y2 y3 എക്സെട്ര അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞാൽ എന്താ? y2 മൈനസ് y1ഉം ഈക്വൽ ടു y3 മൈനസ് y2 ഈക്വൽ ടു y4 മൈനസ് y3 എക്സെട്ര. അങ്ങനെ എഴുതാമല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന x1 y1ഉം x2 y2ഉം നമുക്ക് ആദ്യം എടുക്കാം. x1 y1ഉം x2 y2ഉം എടുക്കാം. ഈ രണ്ട് പോയിന്റ്സ് എടുക്കുമ്പോൾ ഇവയുടെ വ്യത്യാസങ്ങൾ നോക്കാം. y വ്യത്യാസം എന്താ? y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 ആണല്ലോ. ഇനി നമുക്ക് x2 y2ഉം x3 y3യും എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? വൈകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് y3 മൈനസ് y2 ഈക്വൽ ടു m ഇൻറ്റു എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് x3 മൈനസ് x2 ആണ്. നമുക്കറിയാവുന്ന എന്താണ്? ഇതിൻ്റെ ഇടതുവശവും തുല്യമാണ്. കാരണം എന്താ? അതൊരു സമാന്തര ശ്രേണിയിലാണ് കിടക്കുന്നത്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലതുവശവും തുല്യമാണ്. കാരണം എന്താ? ഈ x1 x2 x3 സമാന്തര ശ്രേണിയിലായതുകൊണ്ട് ഇതെല്ലാം തുല്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും സെയിം ആണ് അല്ലെ? അപ്പം നമുക്ക് എന്തെഴുതാം? ഈ 3 പോയിന്റ്സ് അല്ലെ, ഇതുപോലത്തെ എത്ര പോയിന്റ്സ് എടുത്തു അവ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് എഴുതാമല്ലോ. അപ്പൊ എന്തെഴുതാം? സോ ദ ഗിവൺ പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം ലൈൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ ഒരു വരയിലാണ് എന്ന് എഴുതാമല്ലോ. 4 ചോദ്യങ്ങൾ മനസ്സിലായാലോ? എഴുതി പഠിക്കുക.